ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു എക്സ്ക്ലൂസീവ് ഗസ്റ്റ് തന്നെയാണെന്ന് പറയാം. ആരാണോ So let's welcome Vishwa Music. Hi, hello. വണക്കം. ദൈവമേ ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. വിഷയുടെ ഒരു ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ ആയി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ. ഞങ്ങളും ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം? അന്തരീക്ഷത്തിലാണ്. ഓ ഇപ്പൊ എയറില് ചന്ദ്രനും കടന്നങ്ങ് പോയി. ഞാൻ ആ പടികൾ ചവിട്ടി കയറി കയറി ഇപ്പൊ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ശബരിമല കാണാം. ഇപ്പം എല്ലാരും വിശ്വ എന്ന് പറയുമ്പം ആ ചിരിയും പിന്നെ ഇന്നെന്റെ ബർത്ത്ഡേ. വിശ്വയുടെ ശരിക്കുള്ള പേര് ശ്രീജിത്ത് എന്നാണ്. സോ ഈ ശ്രീജിത്ത് നിന്ന് വിശ്വ ആയത് എങ്ങനെയാണ്? അതൊരു വലിയ കഥയാ. അയ്യോ എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി അല്ല ഞാൻ ചുരുക്കി പറയാം. അതിൽ നിന്ന് ആദ്യം ശ്രീജിത്ത് ആയിരുന്നു. ശ്രീജിത്ത് എന്ന ഒരു പേര് മാറ്റി ഞാൻ കലാം സ്മൂക്കി എന്നൊരു പേരിലോട്ട് മാറി. എനിക്കുള്ള പേര് PV നാരായണൻ എന്നാണ്. പക്ഷെ ഒരു കൊലപാതകയ്ക്ക് നാരായണൻ എന്ന് പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് PV നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പാവനായി എന്നാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 14M ഹുഡ് എന്നാക്കി. അത് കഴിഞ്ഞ് ഞാൻ വിശ്വയ്ക്ക് മുമ്പേ റാണ എന്നായിരുന്നു. റാണ. ഇത് തീർന്നില്ലേ? ഇങ്ങേർക്ക് ഇത് എന്നെ പണി. അപ്പൊ കുറെ പേർക്കുള്ള ഡൗട്ടാണ് ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എനിക്കുള്ള ഡൗട്ടാണ് ഗേൾ ഫ്രണ്ട്. അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. എന്റെ കൂടെ എന്റെ ആ ട്രോൾ വീഡിയോക്ക് താഴെ എന്നെ ഞാൻ അത്രയും സ്നേഹിച്ച എന്റെ കൂട്ടുകാരന്മാർ പോലും വന്ന് കമന്റ് ചിരിച്ചുകൊണ്ടിട്ടിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. കൊലച്ചിരിയായിരുന്നല്ലേ നീ എന്നെ പുറകെ നോക്കിയില്ലേ? അപ്പൊ എല്ലാരെയും മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാഠമാണ്. ഈ ട്രോളന്മാരുടെ അടുത്ത് എനിക്ക് ഒരു നന്ദിയുണ്ട് പറയാൻ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ടെന്ന് ഒരു ആവശ്യമില്ല. ഇനിയും ട്രോൾ ചെയ്യുക. ഇനി എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാറുണ്ട്. വലം നോക്കാതെ ചെയ്തിരിക്കും. ഈ ഒരു പാഠം കിട്ടിയപ്പോൾ സത്യം പറഞ്ഞ ഉള്ളിൽ വിഷമം തോന്നിയിട്ടുണ്ടോ? വിഷമം നമ്മൾ ഒരിക്കലും കഴിവുള്ളവർ ഒരിക്കലും വിഷമിക്കൂല. ഒരു കയറിനായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. മീൻസ് കഴിവില്ലാത്തവർക്ക് മാത്രമേ അതിൽ വിഷമം വരുള്ളൂ. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? ഞാൻ പോകുന്നു. ബൈ.